തിരുവചനം തിരുമധുര എന്ന പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രമീയ കർത്താവേ, അവിടെ ദിവാത്സല്യമായ സ്വസ്തുതാം നാഥ, അവിടെ കർത്താവേ എങ്ങളുടെ മഹാകരുണയിലും കൃപയിലും കർത്താവേ, ഈ ദിവസം വരെ ഞങ്ങളെ കാത്തുരുവാഴ്ച വൻ കൃപാൾക്കായ നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ കൃപയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന വൻ കൃപാൾക്കായ നന്ദിയോട് സ്തോത്രം. കർത്താവേ നിൻ്റെ സനിൽ കർത്താവെ ശുശ്രൂഷ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം കർത്താവേ, ഞങ്ങളുടെ കൃപയുടെ നിറവിൽ നിന്ന് കർത്താവ് തന്നെ ജനത്തെ നയിക്കാനുള്ളത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെയും ബലഹീനാന എങ്കിലോ ബലപ്പെടുത്തുന്ന അങ്ങയുടെ ശ്രേഷ്ഠ കൃപലാൽ എന്നെ ശക്തീകരിച്ച് ബലപ്പെടുത്തിയാണ്ട് എൻ്റെ ശബ്ദത്തോടും വാക്കുകളോടും വചസ്സുകളോടും ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. ജനം അങ്ങയുടെ അടിയനങ്ങയുടെ വചനം അങ്ങയുടെ ഏറ്റവും ലളിതമായി വചനം തന്നെ ജനത്തിലെത്തിക്കുവാനും കർത്താവെ പുതിയ ദർശനത്തോടെ അങ്ങയുടെ കൃപയിൽ വളരുവാൻ ഈ വചനം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കേൾക്കുക മാത്രമല്ല കർത്താവെ, ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് ഈ സാക്ഷിക്കുന്നു. പിതാവോ കേൾക്കണമേ. ദൈവത്തിൻ്റെ പുന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നമ്മളെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം പറയാം. പ്രത്യേകിച്ചും ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ ഈ ദിവസം കർത്താവിൻ്റെ സ്വർഗാരോഹണ ദിവസം ഓർക്കത്തക്കണം ദൈവം നമുക്ക് ഒരുക്കുന്ന വൻ കൃപകളെ ഓർക്ക് സ്തോത്രം ചെയ്യുക. കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ നാം നോക്കുമ്പോൾ കഷ്ടാനുഭവാഴ്ചകൾ കഴിയുമ്പോൾ ഉയർപ്പ് പെരുന്നാൾ കഴിഞ്ഞ് 40-ാം ദിവസം ഈ ഭൂമുഖം വിട്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ദൃശ്യത്തെപ്പറ്റി വ്യക്തതയോടെ അപ്പോസ്തല പിതാക്കന്മാർ അവിടെ പറയുന്നുണ്ട്. സ്വർഗാരോഹണം എന്തുകൊണ്ടാണ് ആവശ്യം? യഥാർത്ഥത്തിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് സ്വർഗാരോഹണത്തോട് കൂടെയാണ്. നാം എപ്പോഴും ചിന്തിക്കുന്നത് ഉയർപ്പ് പെരുന്നാളാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരംഭം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഉയർപ്പ് പെരുന്നാൾ കർത്താവിൻ്റെ ഈ ലോക ജീവിതയാത്രയിൽ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, സ്വർഗാരോഹണം ഇഹലോക ജീവിതത്തിൻ്റെ പൂർത്തീകരണം മാത്രമല്ല, കർത്താവിൻ്റെ ജീവിതയാത്രയിൽ പല കാര്യങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർത്തീകരണം കൂടെയായിരുന്നു. അപ്പോൾ സ്വർഗാരോഹണം യഥാർത്ഥത്തിൽ ഒരു പുതിയ ആരംഭമാണ് ക്രൈസ്തവ ജീവിതയാത്രയിൽ. സ്വർഗാരോഹണം ഇല്ലായിരുന്നെങ്കിൽ അത് കഴിഞ്ഞ് കടന്നു വരുന്ന പെന്തക്കോസ്ത് പെരുന്നാളും കാണുകയില്ലായിരുന്നു. കർത്താവ് ഈ ഭൂമുഖത്ത് കടന്നു പോയി കഴിഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പോകുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു കാര്യസ്ഥനെ അയക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ സ്വർഗാരോഹണത്തിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഇതൊരു തുടക്കമെന്ന് പറയുവാൻ ഇടയാക്കുന്നത്? ദൈവസനയിൽ കർത്താവിൻ്റെ സനയിൽ നാം കടന്നു വരുമ്പോൾ പലപ്പോഴും കർത്താവിൻ്റെ കൃപകൾ അനുഭവമാക്കുന്നവരാണ് നാം ഓരോരുത്തരും. കൃപ അനുഭവമാക്കാത്ത ഒരു വ്യക്തി പോലും കർത്താവിനെ സ്വീകരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ അനുഭവമാക്കുവാൻ കഴിയും. അതിൻ്റെ അളവ് വ്യത്യസ്തമാണെങ്കിലും അത് എല്ലാവർക്കും അനുഭവമാക്കുവാൻ കഴിയും. അല്പസമയം നിങ്ങളോടൊപ്പം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 1:11 വാക്യം. ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് അവർ പറഞ്ഞു. പലപ്പോഴും നാം സ്വർഗാരോഹണ ദിവസത്തിൽ സ്വർഗത്തിലേക്ക് കടന്നുപോയ കർത്താവിനെ പറ്റി നാം ചിന്തിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ വ്യാഖ്യാനിക്കുകയും പ്രതിപാദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ പോലെ കർത്താവിൻ്റെ 2ാം വരവിൻ്റെ ആരംഭമാണ് അവിടെ കുറിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും. നാം എത്രമാത്രമാണ് ഈ വീണ്ടും വരുമെന്നുള്ള പറ്റിയെ ചിന്തിക്കുന്നതും അതിനായി നമ്മളെ തന്നെ ഒരുക്കുന്നതും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമെന്ന് വ്യക്തതയോടെ കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിൽ കർത്താവ് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിനെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കൂടെ നടന്ന അപ്പോസ്തല പിതാക്കന്മാർക്കും കഴിഞ്ഞില്ലായിരുന്നു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം ഒരു ചിന്തയിലല്ലേ നാം കടന്നു പോകുന്നത്? കർത്താവ് വീണ്ടും വരുമെന്ന് വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ
നാം എത്രമാത്രം അതിനെ ഉൾക്കൊള്ളുന്നുണ്ട്? നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നാം ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിൻ്റെ രണ്ടാം വരവിനായി നമ്മെ തന്നെ എത്രമാത്രം ഒരുക്കുന്നുണ്ടെന്നൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് അനേക ശുശ്രൂഷകളും ദേവാലയങ്ങളിലെ പ്രസംഗങ്ങളിലും നാം കാണുന്നത് ഇഹലോക ജീവിതത്തെ പറ്റിയാണ് കൂടുതലും പ്രസ്താവിക്കുന്നത്. എങ്കിലോ കർത്താവ് യഥാർത്ഥമായി സ്വർഗാരോഹണം ചെയ്തതെന്തെന്ന് നാം വചനത്തിൽ കൂടെ മനസ്സിലാക്കുമ്പോൾ നമുക്കായി സ്വർഗത്തിൽ നമുക്ക് വാസം ചെയ്യത്തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:46 തൊട്ട് 49 വരെ വായിക്കുമ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു കഷ്ടത അനുഭവിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേം മുതൽ സകല ജനതകളുടെയും ഇടയിൽ പ്രസംഗിക്കുകയും വേണം. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്നും അവരോട് പറഞ്ഞു. ഇവിടെ രണ്ട് കാര്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് അല്പം മുമ്പ് പറയുന്ന വാക്യങ്ങളാണിത്. അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേം മുതൽ സകല ജനതകളുടെ ഇടയിൽ പ്രസംഗിക്കുകയും വേണം. ഇതിന് നിങ്ങൾ സാക്ഷിയാകുന്നു. യഥാർത്ഥത്തിൽ അപ്പോസ്തല പിതാക്കന്മാരുടെ ജീവിത സാക്ഷ്യം കർത്താവിൻ്റെ ജീവിതമാണ്. ആ കർത്താവിൻ്റെ ജീവിതത്തെ പറ്റി മറ്റുള്ളവരോട് സാക്ഷ്യം പറയുക മാത്രമല്ല, എഴുതുവാനും പ്രചരിപ്പിക്കുവാനും തക്കവണ്ണമാണ്. നാം ഒരു കാര്യം യെരൂശലേം തൊട്ട് മറ്റ് ജനതകളുടെ മധ്യത്തിൽ എത്തിക്കണമെങ്കിൽ ഇന്ന് ഉള്ള ആധുനിക ഒരു കാര്യവും ഇല്ല. ഇന്ന് നമുക്ക് ഭവനത്തിലിരുന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിർവരമ്പുകളില്ലാതെ നമ്മുടെ ബന്ധുമിത്രാദികളും ഇതിൽ ആയിരിക്കുന്ന എല്ലാവരുടെയും കരങ്ങളിൽ പൊടുന്നനെ എത്തിക്കുവാൻ കഴിയും. കാലതാമസമില്ലാതെ, സമയഭേദമില്ലാതെ, അതിർവരമ്പുകളില്ലാതെ എത്തുന്ന കാര്യം. പക്ഷെ അന്നത്തെ കാലത്ത് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ അപ്പോസ്തല പിതാക്കന്മാർ അല്ലെങ്കിൽ ശിഷ്യന്മാർ ആ ഗലീലയും അതിൻ്റെ ചുറ്റുമറ്റും ജീവിച്ചവരായിരുന്നു. അവരോടാണ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം ഇതിനെ സാക്ഷീകരിക്കണം. പക്ഷെ ആ സാക്ഷീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. കർത്താവ് കടന്നു പോകുമ്പോൾ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കോളം നഗരത്തിൽ പാർക്കുകയും. അത് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുവാൻ ഇടയാകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വർഗാരോഹണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നാം അത് കൊണ്ടാടുന്ന ദിവസം എന്തിനു വേണ്ടിയാണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത്? കർത്താവ് ഉയരത്തിലേക്ക് കടന്ന ആ ശുശ്രൂഷയിൽ അവിടെ നിൽക്കുകയല്ല. അതിനെക്കാട്ടി ഉപരി കർത്താവ് ആ സ്വർഗാരോഹണത്തിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം ഉയരത്തിൽ നിന്നുള്ള ശക്തി. യഥാർത്ഥത്തിൽ പെന്തക്കോസ്ത് ദിവസത്തിലേക്ക് ഒരുക്കുന്ന ഒരു ആഹ്വാനമായിരുന്നു അന്ന് കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ആ ആഹ്വാനം മാത്രമല്ല, അതിലേക്ക് അവരെ തന്നെ ഒരുക്കുവാൻ വേണ്ടിയായിരുന്നു അവരോട്. അവിടെ പോയി പാർത്തിരിക്കാനാണ് അവർ. പക്ഷെ പലപ്പോഴും ഇന്ന് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നാം ഇപ്രകാരമുള്ള ദിവസങ്ങൾ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മാറിയിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. സഭകളായാലും ശുശ്രൂഷകളായാലും ഈ പ്രത്യേക ദിവസങ്ങളിൽ നാം ഒരുമിച്ച് കടന്നു വരുന്നുണ്ട്, ദേവാലയങ്ങളിൽ ആരാധനകളിൽ സംബന്ധിക്കുന്നുണ്ട്, തിരുമേശകളിൽ സംബന്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്ത്? അതാണ് നാം ചോദിക്കേണ്ടത്. അത് കഴിഞ്ഞ് എന്ത്? ഇവിടെ വ്യക്തതയോടെ കർത്താവ് പറയുന്നത്, നാം ലോകത്തിൻ്റെ അറ്റത്തോളം കടന്നു എന്ന് കർത്താവിൻ്റെ സാക്ഷികളാകണമെന്ന് പറയുമ്പോൾ നാം അതിനായി നമ്മളെ തന്നെ ഒരുക്കുന്നുണ്ടോ? നാം അതിനായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം.
നമ്മുടെ ജീവിതമായാലും നമ്മുടെ ചിന്തകളായാലും നമ്മുടെ നിരൂപണങ്ങളായാലും എൻ്റെ ജീവിതത്തിലെ ഓരോ അംശം എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനുള്ള ജീവിതമാണോ എന്ന് നാം ചിന്തിക്കാറുണ്ടോ? മുമ്പോട്ട് വായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 24:50-51 വായിക്കുമ്പോൾ, അനന്തരം അവൻ അവരെ ബെഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി അനന്തരം അവരെ ബഥാന്യ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. ഈ പറഞ്ഞ കർത്താവ് വ്യക്തതയോട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൈ ഉയർത്തി യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നിടം വരെയുള്ള ശക്തി അവർക്ക് നൽകുകയാണ്. കാരണം കർത്താവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ ശിഷ്യന്മാരെന്ന് ആ കാലത്തിൽ കണ്ടുപിടിച്ചാൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമേ അവർക്ക് അനുഭവം ഉണ്ടാവുകയുള്ളൂ. അത് വ്യക്തതയോടെ അറിയാവുന്ന കർത്താവാണ് അവരെ അനുഗ്രഹിച്ചിട്ടാണ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. നാം യോഹന്നാന്റെ സുവിശേഷം 14:1-3 വരെ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നാം ആദ്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കുന്നത് കർത്താവിന്റെ സാക്ഷികളായി ഒരുക്കപ്പെടുവാൻ വേണ്ടി സ്വർഗത്തിലേക്ക് കടന്നു വന്ന് അത്യന്ത ശക്തി അയക്കുവാൻ വേണ്ടി കടന്നു വന്നു. ഇവിടെ രണ്ടാമത് നാം നോക്കുമ്പോൾ നമുക്കായി വാസസ്ഥലം ഒരുക്കുവാൻ പോവുകയാണ്. ഇന്ന് നാം ലോകപ്രകാരം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നാം മറ്റൊരു സ്ഥലത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അനേകരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യമായി ഒരാൾ കടന്നുപോയി അവിടുത്തെ സ്ഥലമൊക്കെ മനസ്സിലാക്കി അവിടെ എപ്രകാരം പാർക്കുവാൻ കഴിയും, എന്തൊക്കെ ഒരുക്കണമെന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടായിരിക്കും യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്രകാരം തന്നെയാണ് ഇവിടെ കർത്താവ് ചെയ്യുന്നത്. തന്നെ വിശ്വസിക്കുന്നവരെയും തന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവർക്ക് വേണ്ടി കർത്താവിനോടൊപ്പം വസിക്കുന്ന ഒരു വാസസ്ഥലം. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിനോടൊപ്പം വസിക്കുവാനുള്ള ഒരു വാസസ്ഥലം നമ്മുടെ ജീവിതത്തിൽ നാം അത് ആഗ്രഹിക്കുന്നില്ലേ പ്രിയ സഹോദര സഹോദരി? അതോ ഈ ലോകത്തിൽ ജീവിക്കുന്ന സന്തോഷം, സമാധാനം, സമൃദ്ധിയുടെ മധ്യത്തിൽ ജീവിച്ച് മൺമറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മതിയോ? നാം ഒന്ന് ചിന്തിക്കണം. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ള ലക്ഷ്യം കർത്താവിനോടുള്ള വാസം മാറണം. അതിനായി നമ്മളെ തന്നെ ഒരുക്കണം. അതിനായി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കണം. ഈ സമർപ്പണമാണ് എപ്പോഴും കഴിയാതെ പോകുന്നത്. സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ വാക്കുകൾ കൊണ്ടുള്ള സമർപ്പണമല്ല പ്രിയ സഹോദര സഹോദരി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തെ അകറ്റുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതിനെ വിട്ടുകളയുവാൻ നാം പരിശ്രമിക്കണം. നാം പരിശ്രമിക്കുമ്പോൾ കർത്താവ് അതിനുള്ള സാഹചര്യവും സാവകാശവും ഒരുക്കുക മാത്രമല്ല, നമ്മളെ അതിനായി വഴി നടത്തുകയും ചെയ്യും. പക്ഷേ അതിനായി നമ്മൾ കാഴ്ചയോട് വെക്കണമെങ്കിൽ പലപ്പോഴും ഇന്ന് നാം അനുഭവിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറേണ്ട സാഹചര്യം വരും. ഇന്ന് നമ്മളുടെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിൽ നിന്നൊന്ന് മാറുവാൻ നാം പരിശ്രമിക്കുമ്പോൾ അതിന് ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ ജനം നമ്മളെ തള്ളിപ്പറഞ്ഞെന്നിരിക്കും. നമ്മുടെ ബന്ധുക്കൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ഇവനെന്തോ പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം ഇപ്പോൾ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവിനെ സ്വീകരിച്ചവരെ ആരും ഈ ലോകം സ്വീകരിച്ചിട്ടില്ല.
നമ്മുടെ കർത്താവിനെ സ്വീകരിക്കാത്ത ജനമധ്യത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നെങ്കിൽ, നാം യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിച്ചാൽ ലോകം നമ്മളെ പഴിചാരുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയുള്ളൂ. യഥാർത്ഥമായി കർത്താവിനെ സ്വീകരിക്കുന്നത്, കർത്താവിൻ്റെ നാമം പറഞ്ഞ് ജീവിക്കുന്നവരുടെ ജീവിതമല്ല കേട്ടോ. കർത്താവിനെ യഥാർത്ഥമായി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ വേദനകൾ കാണും, പ്രയാസങ്ങൾ കാണും, പ്രതിസന്ധികൾ കാണും. അതിൻ്റെ മധ്യത്തിൽ പൗലോസ്ലീഹ നിന്റെ കൃപ മതി, ഞാൻ സകലത്തിലും മതിയാവെന്ന് പറയുന്ന കൃപയെ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും. അത് നൽകാനാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നത്. മുമ്പോട്ട് നാം വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22:31-32 വായിക്കുമ്പോൾ, ശീമോനെ ശീമോനെ, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം നഷ്ടമാകാതിരിക്കുവാൻ ഞാനോ നിന്റെ വിശ്വാസം നഷ്ടമാകാതിരിക്കുവാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. നമുക്ക് വേണ്ടി അപേക്ഷിക്കത്തക്കണം. ആരുടെ? പിതാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് വേണ്ടി അപേക്ഷിക്കത്തക്കണം. സദാ നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവനൊരവസരം കൂടി കൊടുക്കുക. അവൻ എൻ്റെ മക്കളാണ്, അവരെൻ്റെ മക്കളാണ്, ഞാനവരെ നഷ്ടപ്പെടുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും കർത്താവിനെ വേദനിപ്പിക്കുന്നത്, നമ്മുടെ ഒരു പ്രവർത്തനമായിരിക്കും, ചിന്തയായിരിക്കും കർത്താവിനെ വേദനിപ്പിക്കുന്നത്. അവിടെയും കർത്താവ് പറയുന്നത്, ഞാൻ ക്രൂശാരോഹണം ചെയ്ത് എൻ്റെ രക്തം ചിന്തിയത് ഇവരാരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ്. പ്രതിയോഗി നമ്മളെ ഓരോരുത്തരെയും വീഴ്ത്തുവാൻ, നമ്മുടെ നിത്യഭവനത്തിൽ എത്താതിരിക്കുവാൻ വേണ്ടി ഓരോ നിമിഷം നമ്മുടെ ജീവിത അവസാനം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവിടെ നമുക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി, കർത്താവിൻ്റെ സന്നിധിയിൽ സദാ നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ സദാ നമുക്ക് വേണ്ടി വാദിക്കുന്ന കർത്താവിനെ നാം ഒന്ന് കാണണം. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ മൂന്നാമത്തെ ഒരു കാര്യമാണ് നമുക്ക് വേണ്ടി വാദിക്കുവാൻ വേണ്ടി. എന്തിന്? നാം നിത്യഭവനത്തിലേക്ക് എത്തുവാൻ, നാം പരിശുദ്ധാത്മാവ് പ്രാപിച്ച അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ, നമ്മുടെ ജീവിതമായി തീരുവാൻ വേണ്ടി സദാ നമുക്ക് വേണ്ടി വാദിക്കുന്നൊരു കർത്താവ്. ലൂക്കോസിന്റെ സുവിശേഷം 24:52 ഇപ്രകാരമാണ് പറയുന്നത്, അവർ അവനെ ആരാധിച്ചു മഹാസന്തോഷത്തോടെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. സ്വർഗാരോഹണം ചെയ്ത കർത്താവിനെ കണ്ടു കഴിഞ്ഞ് അവർ മഹാസന്തോഷത്തെ ആരാധിച്ച് മഹാസന്തോഷത്തോടെയാണ് കണ്ടത്. സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയ കർത്താവിൻ്റെ അമിത ബലത്താൽ അവരെ ബലപ്പെടുത്തും എന്നുള്ളൊരു വിശ്വാസം. കാരണം അവരെ അനുഗ്രഹിച്ചിട്ടാണ് കടന്നുപോയത്. അപ്പോസ്തലപ്രവൃത്തി 1:10-11 വായിക്കുമ്പോൾ, അവൻ പോകുമ്പോൾ അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്തിന്? നിങ്ങളിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് അവർ പറഞ്ഞു. ഇവരിതൊക്കെ കണ്ട് അവിടെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ അവിടെ പറയുന്നത്, വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ. അതായത് കർത്താവ് അവിടെയും അവരെ നാം ചിന്തിക്കുകയാണെങ്കിൽ കരുതുകയാണ്. അവരവിടെ നിന്ന് സമയം പാഴാക്കാതെ അവരോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ മാത്രമല്ല, അവർക്കൊരു ഉറപ്പും നൽകിയിട്ട് പോവുകയാണ്, കർത്താവ് പോയതുപോലെ മടങ്ങി വരും. പക്ഷെ ഈ മടങ്ങി വരുന്നതിന് വേണ്ടി നാം എത്ര പേരാണ് ഒരുങ്ങുന്നത്? ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സ്വർഗാരോഹണ ശുശ്രൂഷകൾ നടന്ന് അതിൽ സംബന്ധിച്ച് ഭവനത്തിലായിരിക്കുന്ന അനേകർ കാണും. അനേക രാജ്യങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ശുശ്രൂഷ നടക്കാനുണ്ടായിരിക്കും. ഇതൊക്കെ നല്ലത്. പക്ഷെ സ്വർഗാരോഹണ ശുശ്രൂഷയിൽ നാം കടന്നുപോയി അതിൻ്റെ വ്യത്യസ്തമായ അന്തസ്സത്ത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആദ്യമായി കർത്താവിന് വേണ്ടി സാക്ഷികളായി തീരുവാൻ,
രണ്ടാമതായി നിത്യഭവനത്തിലേക്ക് നമുക്കൊരുക്കുന്ന വാസസ്ഥലം ഒരുക്കാൻ പോയെന്നുള്ള വിശ്വാസം എനിക്ക് നിങ്ങൾക്കും വേണം. മൂന്നാമതായി നമുക്ക് വേണ്ടി വാദിക്കുന്ന, പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അതുണ്ടോ? ഇന്ന് പലപ്പോഴും നമുക്ക് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതത്തിലേക്ക് വളരുവാൻ കഴിയാതെ പോകുന്നത് നാം ഇന്ന് ഇതൊക്കെ ഒരു ആചാരമായിട്ട് കൊണ്ടാടുന്നത് കൊണ്ടാണ്. ക്രിസ്മസ് ജനന പെരുന്നാൾ കൊണ്ടാടണം, കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള രാജകീയമായ ഹോശാന പെരുന്നാൾ കൊണ്ടാടണം, അത് കഴിഞ്ഞ് നമ്മുടെ പെസഹ കൊണ്ടാടണം, അത് കഴിയുമ്പോൾ ക്രൂശാരോഹണം കൊണ്ടാടണം, അത് കഴിഞ്ഞാൽ ഉയർപ്പ്, അത് കഴിഞ്ഞ് വരുന്ന 2 ശുശ്രൂഷകളാണ് സ്വർഗാരോഹണം, ബന്ധുത്വം. ഇതൊക്കെ നാം കൊണ്ടാടുന്നുണ്ട്. അതിന് കൃത്യമായി ഓരോ വർഷത്തെ കലണ്ടറുകളിൽ ആ ഡേറ്റൊക്കെ കൃത്യമായി കാണിക്കുന്നതുമുണ്ട്. ഇന്ന് അത് ഇന്നത്തെ ആധുനിക മേഖലകളായതുകൊണ്ട് ഏത് രാജ്യത്തെ ശുശ്രൂഷകളും കാണത്തക്കോണം സാമൂഹ്യ മേഖലകൾ കൊണ്ട് അത് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നാം സംബന്ധിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നമുക്കൊരു പ്രത്യാശയുണ്ടോ? കർത്താവ് നമുക്കായി ഒരുക്കുന്ന നിത്യഭവനത്തിലേക്ക് നാം എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശ മാത്രമല്ല, ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും വേണം. അപ്രകാരം ആകണമെങ്കിൽ നാം നമ്മെ തന്നെ കർത്താവിനൊന്ന് സമർപ്പിച്ചു കൊടുക്കണം. കർത്താവിന് സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്തുക മാത്രമല്ല, അതിനായി നാം ഒരുക്കപ്പെടുകയും ചെയ്യണം. ഇവർ മഹാസന്തോഷത്തോടെ കടന്നു വന്നു കഴിഞ്ഞിട്ട് ചെയ്തതൊന്ന് നാം ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 24:53 വായിക്കുമ്പോൾ അവർ എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ആമേൻ. ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ആമേൻ. അവരാ സന്തോഷം കണ്ട് ഭവനത്തിൽ പോയി കിടന്ന് ഉറങ്ങുകയല്ലായിരുന്നു. അവരോട് പറഞ്ഞിരുന്നത് പോലെ അവർ ആ ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും കഴിയുകയില്ല. നമ്മുടെ ഔദ്യോഗിക രംഗം, മറ്റ് അനേകമായ ലൗകികമായ പ്രവർത്തനങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നാം എത്രമാത്രം സമയം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്? നാം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എനിക്കിതിനൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്, ഈ സാഹചര്യങ്ങൾക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ട്, എന്നെ കാർന്നു നിന്ന പാപ സ്വഭാവങ്ങളിൽ നിന്ന് മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എന്നോട് കരുണയുണ്ടാവണമേ. അങ്ങ് അപ്പോസ്തല പിതാക്കന്മാരോട് പറഞ്ഞ പോലെ ആ അത്യന്ത കൃപ എൻ്റെ മേലും വ്യാപരിച്ച്, ആ ശക്തി വ്യാപരിച്ച് ഞാൻ കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്നൊന്ന് വിടുവിക്കുവാൻ അങ്ങ് മനസ്സല്ല. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? എങ്കിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സർവ്വസുധാംനാഥ, അവിടെ ഈ സമയത്ത് അടികളെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ സ്വർഗാരോഹണം ഒന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ്, യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സ്വർഗാരോഹണം കർത്താവെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജീവിതയാത്രയിൽ അതൊരു ആരംഭം മാത്രമായിരുന്നല്ല കർത്താവെ. കാരണം അവിടെയാണ് അങ്ങ് ആരംഭിച്ചിരിക്കുന്നെങ്കിൽ കർത്താവെ, അങ്ങയുടെ 2ാം വരവിനായി ഞങ്ങളെ തന്നെ ഒരുക്കുവാനുള്ളൊരു ആരംഭമായിരുന്നു കർത്താവ്. പലപ്പോഴും അത് മറന്നുപോയ ജീവിതമുണ്ട് കർത്താവ്, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഗ്രഹിക്കുന്ന രീതിയിലായിത്തീരുവാൻ, അങ്ങയുടെ കൃപകളിൽ നിലകൊള്ളുവാൻ കർത്താവെ, അങ്ങയെ മഹത്വീകരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. എൻ്റെ ഇവരെ അങ്ങേക്ക് വേണ്ടി ആദായപ്പെടുത്തുവാൻ, അനേകരുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷികളായി ജീവിപ്പാൻ കർത്താവെ, അടിയങ്ങളെ കർത്താവെ വീഴ്ചയിൽ നിന്ന് ഞങ്ങളെ കോരിയെടുക്കുന്ന കർത്താവായിരിക്കുന്ന സ്തോത്രം. അതിനുവേണ്ടി സദാ പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യഭവനത്തിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കർത്താവെ ഈ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനുപരി ഈ കർത്താവ് വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ അവിടെ നിന്ന് ഇടയാക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.